Good morning, all. Today we are discuss about the topic departmentation. Departmentation means a division of work into smaller units and their regrouping into bigger units on the basis of similarity of features. It can be defined as the process of grouping of activities into units and subunits for the purpose of administration. അതായത് അഡ്മിനിസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ആക്ടിവിറ്റീസിന് ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അതിനെ ക്ലാസിഫൈ ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഡിപ്പാർട്ട്മെൻറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഡിപ്പാർട്ട്മെൻറ്റേഷനിൽ ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടായിരിക്കും ഇവിടെ ആക്ടിവിറ്റീസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഹെഡഡ് ബൈ എ പേഴ്സൺ നോൺ ആസ് ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജർ. നമുക്കറിയാം, ഓരോ ഓർഗനൈസേഷനിൽ ചെന്നാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ മാനേജർ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജർക്കാണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവനായിട്ടുള്ള ചുമതല ഉണ്ടായിരിക്കുക. ദ ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ് ഓർ മാനേജർ ഓഫ് ദി ഓർഗനൈസേഷൻ ഗ്രൂപ്പ്സ് the entire activities into major divisions such as production, sales, finance, etc. ടോപ്പ് ലെവൽ മാനേജേഴ്സ് അല്ലെങ്കിൽ അവർ എക്സിക്യൂട്ടീവ്സ് ആണ് ഒരു ഓർഗനൈസേഷനിലെ ആക്ടിവിറ്റീസിനെ ഗ്രൂപ്പ് ചെയ്യുന്നത്. ആ ആക്ടിവിറ്റീസ് ഒന്നെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെയായിട്ടാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റേഷൻ നടത്തുന്നത്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിലെ എൻറ്റയർ ആക്ടിവിറ്റീസിനെ യൂണിറ്റ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക, അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തരംതിരിക്കുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ. ഇവിടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ് ഉണ്ടായിരിക്കും, ഡിപ്പാർട്ട്മെൻറ്റ് മാനേജർ ഉണ്ടായിരിക്കും. ആ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജറിൻ്റെ അണ്ടറിലായിരിക്കും ബാക്കിയുള്ള ആളുകളൊക്കെ വർക്ക് ചെയ്യുന്നത്. ഓൺ ദി ബേസിസ് ഓഫ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്, ഡിപ്പാർട്ട്മെൻറ്റേഷൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3 സ്റ്റേജ്. അതായത് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് ബേസിസിൽ ഡിപ്പാർട്ട്മെൻറ്റേഷൻ 3 സ്റ്റേജ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് പ്രൈമറി ഡിപ്പാർട്ട്മെൻറ്റേഷൻ. ഇറ്റ് ഈസ് ദി ഇനീഷ്യൽ ബ്രേക്കപ്പ് ഓഫ് ഫങ്ഷൻസ് ഇൻ ടു ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ്. പ്രൈമറി ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയുന്നതാണ് ഇനീഷ്യൽ ബ്രേക്കപ്പ് ഓഫ് ഫങ്ഷൻ ഇൻ ടു ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ്. ഫസ്റ്റായിട്ട് നമ്മൾ ആക്ടിവിറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു സ്റ്റേജാണ് പ്രൈമറി ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഇൻറ്റർമീഡിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ. ഇതിലെന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് ദി ക്രിയേഷൻ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ദി മിഡിൽ ലെവൽ ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ മിഡിൽ ലെവലിൽ ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജാണ് ഇൻറ്റർമീഡിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് അൾട്ടിമേറ്റ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ. ഇറ്റ് ഈസ് റിലേറ്റീവ് വിത്ത് ഡിവിഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ടു സെപ്പറേറ്റ് യൂണിറ്റ്സ് അറ്റ് ദി ലോവർ ലെവൽസ്. ഓരോ ആക്ടിവിറ്റീസ് ലോവർ ലെവൽസിലെ ആക്ടിവിറ്റീസിനെ ഡിവിഷൻ നടത്തുന്ന ഒരു ലെവൽ, ഒരു സ്റ്റേജാണ് അൾട്ടിമേറ്റ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി ഡിപ്പാർട്ട്മെൻറ്റേഷൻ ഇനീഷ്യൽ ആക്ടിവിറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുകയാണ്. ഇൻറ്റർമീഡിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ പറഞ്ഞാൽ മിഡിൽ ലെവലിലുള്ള ആക്ടിവിറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുകയാണ്. അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ ലോവർ ലെവലിലുള്ള ഡിവിഷനാണ് നടത്തുന്നത്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനിലെ എൻറ്റയർ ആക്ടിവിറ്റീസിനെ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ. നെക്സ്റ്റ് ടോപ്പിക്കാണ് അപ്രോച്ചസ് ഇൻ ഡിപ്പാർട്ട്മെൻറ്റേഷൻ. ദർ ആർ 2 ടൈപ്സ് ഓഫ് അപ്രോച്ചസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ടോപ്പ് ഡൗൺ അപ്രോച്ച് ആൻഡ് ബോട്ടം അപ്പ് അപ്രോച്ച്. 2 ടൈപ്പ് ഓഫ് അപ്രോച്ചസ് ആണ് ഡിപ്പാർട്ട്മെൻറ്റേഷനിലുള്ളത്. ടോപ്പ് ഡൗൺ അപ്രോച്ചും അതുപോലെ ബോട്ടം അപ്പ് അപ്രോച്ചാണ് ഉള്ളത്. ടോപ്പ് ഡൗൺ അപ്രോച്ചിൽ ആക്ടിവിറ്റീസിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഇൻ ടു ടോപ്പ് ലെവൽ ടു ബോട്ടം ലെവൽ. ടോപ്പിൽ നിന്ന് ബോട്ടം ലെവലിലേക്കുള്ള ആക്ടിവിറ്റീസിനെയാണ് ഈ ഒരു അപ്രോച്ചിൽ ഡിവൈഡ് ചെയ്യുന്നത്, അതായത് മുകളിൽ നിന്ന് താഴോട്ട് എന്നുള്ള ബേസിസിൽ. ദാറ്റ് ഈസ് ഫ്രം ടോപ്പ് എക്സിക്യൂട്ടീവ് ടു ഓപ്പറേറ്റിംഗ് ലെവൽ. ടോപ്പ് എക്സിക്യൂട്ടീവ് നിന്ന് ഓപ്പറേറ്റിംഗ് ലെവലിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഡൗൺവേർഡ് ഡിവിഷൻ ആയിരിക്കും, താഴേക്കായിരിക്കും, മുകളിൽ നിന്ന് താഴേക്കായിരിക്കും ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് ബോട്ടം അപ്രോച്ച്. ദ ഡിവിഷൻ ഓഫ് ആക്ടിവിറ്റീസ് ആർ ക്യാരിഡ് ഫ്രം ബോട്ടം ടു ടോപ്പ് ലെവൽ. ഇവിടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ബോട്ടത്തിൽ നിന്ന് ടോപ്പ് ലെവലിലിരിക്കുക, അപ്പം താഴെ നിന്ന് മുകളിലോട്ടായിരിക്കും. ദിസ് വ്യൂ ഈസ് എഗെയിൻസ്റ്റ് കൺവെൻഷണൽ അപ്രോച്ച്. അതായത് സാധാരണ കൺവെൻഷണൽ അപ്രോച്ചിൻ്റെ വിപരീതമായിട്ടുള്ളൊരു വ്യൂ ആണ് ഈ ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് അപ്രോച്ചാണ്, ടോപ്പ് ഡൗണും ബോട്ടം അപ്പും. നെക്സ്റ്റ് ആണ് മെത്തേഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ. ഡിപ്പാർട്ട്മെൻറ്റേഷൻ മെത്തേഡ്സിനെ 5 കാറ്റഗറി ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ബൈ ഫങ്ഷൻ, സെക്കൻഡ് ബൈ പ്രൊഡക്ട്സ് ഓർ സർവീസസ്, തേർഡ് വൺ ബൈ പ്രൊജക്ട് ടീം, ഫോർത്ത് വൺ ബൈ ലൊക്കേഷൻ ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് ബൈ കസ്റ്റമേഴ്സ്.
അപ്പോൾ 5 രീതിയിലാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ ബൈ ഫങ്ഷൻസ്, അല്ലെങ്കിൽ ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ആ ഒരു ബേസിലാണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റേഷൻ നടത്തിയിട്ടുള്ളത്. ആസ് പെർ ദിസ് മെത്തേഡ് ദ എൻറ്റയർ ആക്ടിവിറ്റീസ് ഓഫ് ദി ഓർഗനൈസേഷൻ ഈസ് ഗ്രൂപ്പ്ഡ് ടുഗെദർ ഓൺ ദി ബേസിസ് ഓഫ് ഫങ്ഷൻ. ഒരു ഓർഗനൈസേഷനിലെ എൻറ്റയർ ആക്ടിവിറ്റീസിനെ ആ ഓർഗനൈസേഷനിലെ ഫങ്ഷൻ്റെ ബേസിസിലായിരിക്കും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ആ ടൈപ്പ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റേഷനാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ ബൈ ഫങ്ഷൻ്റെ ബേസിൽ. The number of departments are created in the organization such as production, finance, marketing. അതായത് ഇപ്പോൾ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഒരു ഫങ്ഷനാണ്, അതുപോലെ ഫിനാൻസ്, മാർക്കറ്റിംഗ് ഒക്കെ ഓരോ ഫങ്ഷനാണ്, സെയിൽസ് ഒക്കെ ഫങ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ബേസിസിലായിരിക്കും ഡിപ്പാർട്ട്മെൻറ്റ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ പറഞ്ഞാൽ ചീഫ് എക്സിക്യൂട്ടീവ് മുകളിലുണ്ടായിരിക്കും, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ടുള്ള പ്രൊഡക്ഷൻ മാനേജർ, അതുപോലെ സെയിൽസ് മാനേജർ, ഫിനാൻസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, അങ്ങനെ ആയിരിക്കും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇനി ഇതിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് മെറിറ്റാണ് സ്പെഷ്യലൈസേഷൻ. ദ എക്സ്പേർട്സ് ആർ അപ്പോയിൻറ്റഡ് അറ്റ് മാനേജ്മെൻറ്റ് ലെവൽ, സോ ദ അഡ്വാൻറ്റേജസ് ഓഫ് സ്പെഷ്യലൈസേഷൻസ് ആർ ബെനിഫിറ്റഡ് ഫോർ ദി എൻറ്റയർ ഓർഗനൈസേഷൻ. അതായത് എക്സ്പേർട്സിനെ മാനേജ്മെൻറ്റ് ലെവലിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എക്സ്പേർട്സ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ഓർഗനൈസേഷൻ്റെ എൻറ്റയർ ആയിട്ട് അവർക്ക് ബെനിഫിറ്റാണ്. കാരണം അയാൾ വർക്ക് ചെയ്യുന്നതിൻ്റെ, ഒരു എക്സ്പേർട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ എല്ലാ അഡ്വാൻറ്റേജസും ആ ഓർഗനൈസേഷനിൽ കിട്ടും ഈ ഒരു സ്ട്രക്ചർ മൂലം. രണ്ടാമതെന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസേഷൻ. ഡ്യൂ ടു സ്പെഷ്യലൈസേഷൻ ദേ ക്യാൻ പ്രൊഡ്യൂസ് സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊഡക്ട്സ്. അതായത് സ്പെഷ്യലൈസേഷൻ ഉണ്ട് ഒരു ഓർഗനൈസേഷനിൽ, സ്പെഷ്യലൈസേഷൻ ആയിട്ടാണ് ആക്ടിവിറ്റീസിനൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എക്സ്പേർട്സ് ആണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും, സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊഡക്ട്സ് ഉണ്ടായിരിക്കും, സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടാവും. നെക്സ്റ്റ്, മെയിൻ്റനൻസ് ഓഫ് ഹയർ എഫിഷ്യൻസി. ദ വർക്കേഴ്സ് ആർ ഗെറ്റിംഗ് ഡയറക്ഷൻ ഫ്രം എക്സ്പേർട്സ്. ഇറ്റ് വിൽ ലീഡ് ടു എൻഹാൻസ് ദി എഫിഷ്യൻസി ഓഫ് ദി വർക്കേഴ്സ് ആസ് വെൽ ആസ് ദി ലേബേഴ്സ്. വർക്കേഴ്സിന് എക്സ്പേർട്സിൻ്റെ കയ്യിൽ നിന്നാണ് ഡയറക്ഷൻ കിട്ടുന്നത്. അപ്പോൾ അവിടെ ഹയർ എഫിഷ്യൻസിയാണ് ഇമ്പ്രൂവ് ചെയ്യുക. കാരണം സാധാരണ ആൾക്കാരിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും എക്സ്പേർട്സിൻ്റെ കയ്യിൽ നിന്നാണ് ഡയറക്ഷൻസ് ഒക്കെ കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റേഷനാണ്. കാരണം ഫങ്ഷൻ്റെ ബേസിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, അപ്പോൾ നമുക്ക് ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നാലും ഇത് ആ ഫങ്ഷനാണ് പെർഫോം ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് പറയുന്നത് ഡ്യൂ ടു സ്പെഷ്യലൈസേഷൻ ദ മാനേജേഴ്സ് ആർ നോട്ട് ഓവർലോഡ് വിത്ത് വർക്ക്. മാനേജേഴ്സിന് എന്തുണ്ടായിരിക്കില്ല, സ്പെഷ്യലൈസേഷൻ എക്സ്പേർട്സിൻ്റെ ഒരു നോട്ടം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കാരണത്താൽ അവർക്ക് ഓവർലോഡ് വരില്ല. ദ സ്പെഷ്യലൈസേഷൻ ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ഹെൽപ്സ് ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ. സ്പെഷ്യലൈസേഷനും അതുപോലെ സ്റ്റാൻഡർഡൈസേഷനും പ്രൊഡക്ഷനൊക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എപ്പോഴും സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു എന്തുണ്ടായിരിക്കും, പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. കാരണം ആൾക്കാർക്ക് ക്വാളിറ്റി പ്രൊഡക്റ്റാണ് എത്തുന്നത്. നെക്സ്റ്റ്, ദിസ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് ഫ്ലെക്സിബിൾ ആണ്. എന്ന് വെച്ചാൽ എപ്പോൾ ചേഞ്ചസ് വന്നാലും ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിന് അതോട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദർ ഈസ് എ സ്കോപ്പ് ഫോർ എക്സ്പാൻഷൻ. ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ എക്സ്പാൻഷനുള്ള സ്കോപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു ഓർഗനൈസേഷൻ വിപുലീകരിക്കാനുള്ള സ്കോപ്പ് ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിലുണ്ട്. അപ്പോൾ ഇത്രയാണ് മെറിറ്റ്സ് ഓഫ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. നെക്സ്റ്റ് വൺ, ലിമിറ്റേഷൻ. ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ മെറിറ്റ്സിൻ്റെ പോലെ തന്നെ കുറച്ച് ലിമിറ്റേഷൻസും ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ഫോളോ ചെയ്യുന്നില്ല, യൂണിറ്റി ഓഫ് കമാൻഡ് എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ ഇവിടെ വോയിലേറ്റ് ചെയ്യുകയാണ്. ഈ ഒരു സ്ട്രക്ചറിൽ അവിടെ ഫോളോ ചെയ്യുന്നില്ല യൂണിറ്റി ഓഫ് കമാൻഡ്. അതായത് ഒരു ആൾ ഒരു സുപ്പീരിയറിൻ്റെ കയ്യിൽ നിന്ന് മാത്രം ഇൻസ്ട്രക്ഷൻസ് സ്വീകരിക്കാൻ പറ്റൂ എന്നുള്ള പ്രിൻസിപ്പിൾ ഇവിടെ വോയിലേറ്റ് ചെയ്യുകയാണ്, തകർക്കുകയാണ് ചെയ്യുന്നത്. അതൊരു ലിമിറ്റേഷനാണ്. ദർ ആർ നമ്പർ ഓഫ് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സ്. അതായത് ഇവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. അതും എന്താണ്, അവർ മാനേജ് ചെയ്ത് കൊണ്ടുപോകൽ എന്നുള്ളത് ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഡിഫിക്കൽട്ടാണ്. നെക്സ്റ്റ്, എ ഫങ്ഷണൽ മാനേജർ ടെൻസ് ടു ക്രിയേറ്റ് ഹിസ് ഓൺ ബൗണ്ടറീസ് ആൻഡ് ഹി തിങ്സ് അബൌട്ട് ഹിസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് തിങ്സ് അബൌട്ട് ദി ഹോൾ ബിസിനസ്. ഫങ്ഷണൽ മാനേജേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അവർക്കൊരു ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ബൗണ്ടറി എന്താണ്, അവർ ചിന്തിക്കുകയാണ് ഹിസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് തിങ്സ് അബൌട്ട് ദി ഹോൾ ബിസിനസ്. അവർക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കാനും അതുപോലെ ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കാനൊക്കെ ഒരു തടസ്സം അവർ നേരിടുന്നുണ്ട്. അപ്പോൾ അത് എന്തിനു ക്രിയേറ്റ് ചെയ്യും, ഓർഗനൈസേഷനിൽ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാവാൻ ക്രിയേറ്റ് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ്
ദർ ആർ നമ്പർ ഓഫ് സ്പെഷ്യലിസ്റ്റ് ഇൻ ഈക്വൽ റാങ്ക്സ്. അതായത് ഒരേ റാങ്കിലുള്ള പിന്നെ ഒരുപാട് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ പ്രൊഡക്ഷൻ മാനേജർ അതുപോലെ സെയിൽസ് മാനേജർ ഒക്കെ ഒരേ റാങ്ക് ആയിരിക്കും. അപ്പോൾ അവർ തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസും ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിലുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് വിൽ കോസ് ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതായത് ഡിസിഷൻ മേക്കിങ്ങിൽ ഡിലേ വരും. പെട്ടെന്ന് ഇവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, കാരണം ഒരുപാട് മാനേജേഴ്സാണ്. അപ്പോൾ അവരൊക്കെ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് വേണം ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് പറയുന്നതാണ്, ഈ വർക്കർ റിസീവ്സ് ഓർഡേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് ഫങ്ഷണൽ മാനേജേഴ്സ്. ഒരു വർക്കർക്ക് ഒരാളുടെ യൂണിറ്റ് ഓഫ് കമാൻഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് ഫങ്ഷണൽ മാനേജേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഓർഡേഴ്സ് സ്വീകരിക്കേണ്ടി വരും. അതും അവർക്കൊരു ഡിഫിക്കൽട്ടാണ്. Next, this type of organization structure is unsuitable where either geographical centralization is required or emphasis on product lines is required. അതായത് ഈ ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് അൺസ്യൂട്ടബിൾ ആണ്. അതായത് ജിയോഗ്രാഫിക്കൽ സെൻട്രലൈസേഷൻ ആവശ്യമുള്ള സ്ഥലത്ത് ഇതെന്താണ്, ഈ ഒരു സ്ട്രക്ചർ അൺസ്യൂട്ടബിൾ ആണ്. അവർ സ്യൂട്ട് ചെയ്യില്ല, അവർക്ക് ഈ ഒരു സ്ട്രക്ചർ സ്യൂട്ട് ചെയ്യില്ല. അപ്പോൾ ഇത്രയാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ ബൈ ഫങ്ഷനിൽ പറയാനുള്ളത്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ ബൈ പ്രൊഡക്ട്സ് ഓർ സർവീസ്. അപ്പോൾ ഫസ്റ്റ് ഫങ്ഷൻ്റെ ബേസിലാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്താണ്, പ്രൊഡക്ട്സിൻ്റെ സർവീസിൻ്റെ ബേസിലായിരിക്കും ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. This type of departmentation is adopted by large organizations that have different types of products. അതായത് നമ്മൾ ചെറിയ ഓർഗനൈസേഷനൊന്നും ഇങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റേഷൻ ചെയ്യില്ല, കാരണം അവർ ഒരേ പ്രൊഡക്റ്റ് ആവും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ വലിയ ഓർഗനൈസേഷനൊക്കെ ആണെങ്കിൽ അവർ ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അവിടെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റേഷൻ നടത്തുന്നത്. The organization that the products lines are segregated and special products managers are in charge of each line of product. ഓരോ പ്രോഡക്റ്റിൻ്റെ ചാർജ് സ്പെഷ്യൽ പ്രോഡക്റ്റ് മാനേജേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വേറെ ആളാവും ഉണ്ടായിരിക്കുക. അപ്പോൾ വേറെ പ്രോഡക്റ്റ് ആണെങ്കിൽ അതിന് വേറെ ആൾ, അങ്ങനെ ഓരോ പ്രോഡക്റ്റിനും വേറെ ഇൻചാർജ് ഉണ്ടായിരിക്കും. The performance of each department is measured separately. This type of departmentation is known as multinational product departmentation. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പെർഫോമൻസ് സെപ്പറേറ്റ് ആയിട്ട് മെഷർ ചെയ്യുകയാണെങ്കിൽ, സെപ്പറേറ്റ് ആയിട്ട് വാല്യൂ ചെയ്യുകയാണെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റേഷനെയാണ് മൾട്ടിനാഷണൽ പ്രൊഡക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്ട്സ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ ബേസിസിലായിരിക്കും ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റേഷൻ നടത്തിയിട്ടുണ്ടായിരിക്കുക. ഇനി ഇതിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് മെറിറ്റ്സ്, ഈച്ച് പ്രോഡക്റ്റ് ലൈൻ വിൽ ഗെറ്റ് സ്പെഷ്യൽ അറ്റൻഷൻ ആൻഡ് വിൽ ലീഡ് ടു പ്രൊഡ്യൂസ് സ്റ്റാൻഡർഡൈസ്ഡ് പ്രോഡക്റ്റ്. ഓരോ പ്രോഡക്റ്റ് ലൈനിനും സ്പെഷ്യലായിട്ടുള്ള കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് എന്തുണ്ട്, ഈ ഒരു ഓർഗനൈസേഷനിൽ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ കെയർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ സ്റ്റാൻഡർഡൈസ്ഡ് പ്രോഡക്റ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഓർഗനൈസേഷൻ ടൈപ്പിൽ. നെക്സ്റ്റ് എന്ന് പറയും, ഈച്ച് ഡിവിഷൻ ഹാസ് റെസ്പോൺസിബിലിറ്റി ടു ഇൻക്രീസ് പ്രോഫിറ്റ്. ഓരോ ഡിവിഷനും എന്തുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം ഒരു ഓർഗനൈസേഷൻ പ്രോഡക്റ്റ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും വേറെ വേറെ പ്രൊഡക്റ്റാണ്. അപ്പോൾ ആ പ്രൊഡക്റ്റിൽ പ്രോഫിറ്റ് ഉണ്ടായാൽ ആ പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത്, പെർഫോമൻസ് ഓഫ് ഈച്ച് യൂണിറ്റ് ക്യാൻ ബി മെഷർഡ്. ഓരോ യൂണിറ്റിൻ്റെയും പെർഫോമൻസ് ഇവിടെ നമുക്ക് കണ്ടെത്താൻ സഹായിക്കും. നെക്സ്റ്റ്, കോർഡിനേഷൻ ഓഫ് ഫങ്ഷണൽ ആക്ടിവിറ്റീസ് ഈസ് ഈസിയർ. ഇവിടുത്തെ ഫങ്ഷണൽ ആക്ടിവിറ്റീസൊക്കെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റേഷനിൽ. നെക്സ്റ്റ്, ഇറ്റ് എൻജോയ്സ് ദി അഡ്വാൻറ്റേജസ് ഓഫ് സ്പെഷ്യലൈസേഷൻ ഓൺ പ്രൊഡക്റ്റ്. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഓവറോൾ മാനേജേഴ്സ്. അതായത് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, സ്പെഷ്യലൈസേഷൻ ഓൺ പ്രോഡക്റ്റിൻ്റെ എല്ലാ അഡ്വാൻറ്റേജസ്, അതിന് എന്തൊക്കെ ഗുണങ്ങളുണ്ട് അതൊക്കെ ഇവർ എൻജോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഡെവലപ്മെൻറ്റ് ഓഫ് ഓവറോൾ മാനേജേഴ്സിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റിനും ഇത് ഹെൽപ്ഫുള്ളാണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റേഷൻ. ഇനി ഇതിൻ്റെ ഡിമെറിറ്റ്സ് നോക്കാം. ടു മെനി ഡിപ്പാർട്ട്മെൻറ്റ്സ് വിൽ ക്രിയേറ്റ് പ്രോബ്ലംസ് ആൻഡ് കോർഡിനേഷൻ ബിക്കം കോംപ്ലക്സ് ആൻഡ് ഡിഫിക്കൽട്ടി. അതായത് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവുകൊണ്ട് തന്നെ ഇവിടെ പ്രോബ്ലംസും അതുപോലെ കോർഡിനേഷനിലൊക്കെ ഡിഫിക്കൽട്ട് നേരിടുന്നുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതൊരു ഡിമെറിറ്റ് ആണ്. നെക്സ്റ്റ്, ഇഫ് ദി യൂണിറ്റ്സ് ഗ്രോ ടു മച്ച് ഇറ്റ് വിൽ ഡിറ്റോറിയേറ്റ് മാനേജീരിയൽ എഫിഷ്യൻസി.
ഇവിടെ യൂണിറ്റുകൾ കുറേ ഉണ്ടായിരിക്കും. പ്രൊഡക്ട്സുകൾ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിക്കാണെങ്കിൽ യൂണിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ആ മാനേജീരിയൽ എഫിഷ്യൻസി ഇവരെന്ത് ചെയ്യുകയാണ്, കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദർ ഇസ് എ ചാൻസ് ഓഫ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഡിവിഷൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ ഡിഫറെൻറ്റ് ഡിവിഷൻസ് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഈ ഒരു ഓർഗനൈസേഷനിലുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റേഷൻ ബൈ